CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം. EP ജയരാജനും മുഖ്യമന്ത്രിക്കും പിന്നാലെ G സുധാകരനെതിരെയാണ് വിമർശനം ഉയർന്നത്. പൊതുചർച്ച പൂർത്തിയാക്കി നേതൃത്വം ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും. നാളെയായിരിക്കും പുതിയ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ജില്ലാ സമ്മേളനത്തിലെ പൊതുചർച്ചയിലാണ് EP ജയരാജനും G സുധാകരനും അടക്കമുള്ള നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനം പ്രതിനിധികൾ ഉന്നയിച്ചത്. വിശ്രമജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ G സുധാകരൻ വായിൽ തോന്നുന്നത് പറയുകയാണെന്നും അദ്ദേഹത്തെ നിയന്ത്രിക്കണം എന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതല്ല, ദല്ലാൽ നന്ദകുമാറുമായുള്ള ബന്ധമാണ് പ്രശ്നമെന്നും വിഷയം എന്തുകൊണ്ട് പാർട്ടി പരിശോധിക്കുന്നില്ലെന്നും പ്രതിനിധികൾ ചോദിച്ചു. മാധ്യമങ്ങളെ കാണാത്തതിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം. ജില്ലാ നേതൃത്വത്തിനെതിരെയും സമ്മേളനത്തിൽ രൂക്ഷ വിമർശനമുയർന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെത്തുന്നത് CPM-കാരനാണെങ്കിൽ ലോക്കപ്പും BJP-കാരാണെങ്കിൽ തലോടലും ഉറപ്പാണ്. BJP-യിൽ നിന്ന് പാർട്ടിയിലേക്ക് വന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കണം. പിന്നീട് സംഘർഷമുണ്ടാകരുത്. ഏകപക്ഷീയമായി ആളെ ചേർക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് ശരിയല്ല. തുടർച്ചയായ പിരിവുകൾ കാരണം ബ്രാഞ്ച് സെക്രട്ടറിമാർ സാമ്പത്തിക ബാധ്യതയിലാണെന്നും പ്രതിനിധികൾ ആരോപിച്ചു. നവീൻ ബാബുവിന്റെ മരണത്തിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിലപാടായിരുന്നു ശരിയെന്ന് തെളിഞ്ഞു. കണ്ണൂർ, പത്തനംതിട്ട നേതൃത്വങ്ങളെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ല എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. PP ദിവ്യ CPM ആയതിനാൽ മാത്രമാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഇത്ര കണ്ട് വേട്ടയാടിയതെന്നും പറയുന്നു. തിരുവല്ലയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് ജില്ലാ നേതൃത്വം ഒരു വിഭാഗത്തിനൊപ്പം നിൽക്കുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുയർന്നു. ഓൺലൈൻ ചാനലുകളെ പിന്തുണയ്ക്കുന്ന പാർട്ടി നയം മാറണം. ഇവരുടെ വിചാരണ അതിരുവിടുന്നതായും പ്രതിനിധികൾ പറഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട.